നേതാവേ, നേതാവ് ഒന്നുകൊണ്ട് ദുഃഖിക്കണ്ട. എല്ലാറ്റിനും ഈ ഞങ്ങളുണ്ട്. നേതാവ് വിജയഭാസ്കർ, നേതാവ് വിജയഭാസ്കർ, നേതാവ് വിജയഭാസ്കർ. ആശാൻ അടികൊണ്ട് ഒത്തിരി രക്തം പോയാലെന്താ? ആയിരക്കണക്കിന് പേരുടെയോ ആശുപത്രിയിൽ ക്യൂ നിന്നത് ആശാൻ രക്തം കൊടുക്കാൻ. ജീവൻ പോയാലും പേടിക്കണ്ട, കൊടുക്കാൻ ആളുണ്ട് ഇവിടെ. ആശാനെ, ഇനി വേണം നിങ്ങളുടെ രക്തം തിളയ്ക്കേണ്ടത്. എത്ര പേരുടെ രക്തമാണ് നിങ്ങളുടെ ദേഹത്ത് കയറ്റിയത്? ഏതെങ്കിലും ഒന്ന് ആണിന്റേതായിരിക്കും, അത് തിളയ്ക്കും. എന്റെ പ്രയാസം അതല്ല. കാറ് കത്തിയതോ പോട്ട്. 10,000 രൂപ കളക്ഷൻ ഉണ്ടായിരുന്നു, അതും പോയി. 10-15 ദിവസം പട്ടിണിയില്ലാതെ കഴിയാമായിരുന്നു. അടി കൊണ്ടാരണ്ട, ചത്താരണ്ട. കാശ് പോയതല്ല യവന്മാരുടെ ഒക്കെ ദുഃഖം. സ്വാമിക്ക് അങ്ങനെ പറയാം. കണ്ട പരനാറുകളുടെ കാല് പിടിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഞങ്ങൾ ഭരണകക്ഷിയൊന്നല്ല വാരിക്കോരി തരാൻ. കാറ് കത്തിച്ചു, 3000 രൂപ കളക്ഷൻ പോയി. അടികൊണ്ട് തന്നെ ബാക്കി. അയ്യോ സഖാവേ, അയ്യോ സഖാവേ, സഖാവേ, സഖാവേ. നിർത്തണ, ഞാൻ എന്റെ ചത്തുപോയോ? എല്ലാരും കിടന്ന് മോങ്ങുന്നു. എഴുതി പോയടാ. എന്താ നോക്കിയിരിക്കുന്നത്? എഴുതി പോയടാ. Get out! വിജയഭാസ്കർ, 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 വിജയഭാസ്കർ. ദേവി, എന്തിനാ മോളെ നീ പ്രയാസപ്പെടുന്നത്? നീ എപ്പോഴും പറയാറില്ലേ, ജീവിതത്തിൽ ഉയർന്ന എല്ലാ പുരുഷന്മാരുടെയും പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടായിരിക്കുമെന്ന്. ഇന്നല്ലെങ്കിൽ നാളെ ഭാസ്കരനും വലിയവനാകും, നീ പിന്നിലുണ്ടെങ്കിൽ. ചേച്ചി, പഞ്ചാര ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് തരും. നാളെ റേഷൻ വാങ്ങി തിരിച്ചു തരാം. ചേട്ടൻ സുഖമില്ലാതെ കിടപ്പിലായ ശേഷം പാല്, ഗ്ലൂക്കോസ്, ജ്യൂസ് ഇതൊക്കെയായിട്ട് പഞ്ചാര ധാരാളം ചെലവായി. ഞങ്ങൾക്ക് തന്നെ ഇനി വേണം വാങ്ങാൻ. ചെറിയ തലവേദന പോലെ. ചായയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് ചോദിച്ചതാ. സാരമില്ല, എനിക്ക് തലവേദന തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ചേച്ചി, ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. ഭാസ്കരേട്ടൻ മീറ്റിങ്ങിനൊന്നും പോകുന്നില്ലല്ലോ. എപ്പോ നോക്കിയാലും ഒരേ കിടപ്പ്. ചേട്ടൻ ഒരു വേലയും അറിയില്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. കുറച്ചുനാൾ റെസ്റ്റ് എടുത്തിട്ട് മീറ്റിങ്ങിനൊക്കെ പിന്നെ പോകാമെന്ന് കരുതി. അല്ല, കുടുംബം നടത്താൻ വിഷമിക്കില്ല എന്നോർത്താ. എനിക്ക് ഒരു വിഷമവും ഇല്ല. ഞാൻ നിന്നോട് കടം ചോദിക്കാനൊന്നും വന്നില്ലല്ലോ. ഇല്ല ചേച്ചി, ദേഷ്യപ്പെടാൻ പറഞ്ഞതല്ല. അല്പം ബുദ്ധിമുട്ടാണെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞ് ഞാൻ വാങ്ങിത്തരാം. പുള്ളിക്കാരനെ അറിയാലോ, പലിശ വാങ്ങും. ഈ വിജയഭാസ്കർ നമ്മളങ്ങനെ വിട്ടാൻ പറ്റില്ല. ആ പൊന്മുട്ട എന്ന താറാവിനെ ഭാര്യ എന്ന ജയിലിൽ നിന്നും എങ്ങനെയെങ്കിലും മോചിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം അവതാളത്തിലാവും. എനിക്ക് ദിവസവും വൈകുന്നേരമായ കുറച്ച് ബ്രാൻഡി അടിക്കണം. നമ്മുടെ കൂട്ടത്തിൽ സംസാരിക്കാൻ പറ്റിയത് നാം മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? വിജയഭാസ്കറിന്റെ മുന്നിൽ ചെന്ന് 2 ജയ വിളിച്ച് ഒരു മാല അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പിന്നാലെ അങ്ങ് ഇറങ്ങി വരും. ശരിയല്ലേ? വിജയഭാസ്കർ, 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 വിജയഭാസ്കർ. ഞങ്ങൾ പ്രീതി എന്റർപ്രൈസസിലെ പ്രതിനിധികളാണ്. ഇൻസ്റ്റാൾമെന്റിൽ റേഡിയോ, ഫാൻ, TV, മിക്സി, തയ്യൽ മെഷീൻ, കുക്കർ, സോഫ കമ്പർ തുടങ്ങിയവ ആവശ്യമുള്ളവ കുറഞ്ഞ വിലയ്ക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. സാർ, നിങ്ങൾ എടുക്കുമ്പോൾ കൊടുക്കുന്നത് വെറും 3 മാത്രം. ഉത്തരവാദിത്തമായി സാധനം കൃത്യസമയത്ത് നിങ്ങളുടെ വീട്ടിലെത്തിക്കുന്നു. പണം തവണകളായി പിരിച്ച് കമ്പനിയിൽ എത്തിക്കുന്നു. ഇതിനിടയിൽ ഞങ്ങൾക്ക് കിട്ടുന്ന കൂലി വെറും 10% മാത്രമാണ് സാർ. ഇതാണ് കത്തിയില്ലാതെ കഴുത്തെടുക്കുക എന്ന് പറയുന്നത്. സാധനങ്ങൾക്ക് ഇരട്ടി വില വാങ്ങി കൊള്ളയടിക്കുന്നു. മൂക്കുമുറ്റത്തിൽ നിന്ന് മൂലയിൽ കിടന്ന് ഉറങ്ങുന്നവർക്ക് ഞങ്ങളുടെ ബുദ്ധിമുട്ട് അറിയില്ല സാർ. ഞങ്ങൾ കൂടുതൽ വില വാങ്ങുന്നു. ഞങ്ങൾ അധ്വാനിച്ചിട്ട്, നിങ്ങളെ വിശ്വസിച്ചിട്ട്. എന്ത് പറഞ്ഞാൽ നിങ്ങൾ സമൂഹത്തെ ചുരണ്ടിയാണ് ജീവിക്കുന്നത്. നിങ്ങളൊന്ന് ചുമ്മാ ഇരിക്കും മനുഷ്യ. സ്വയം ജീവിക്കത്തുമില്ല, മറ്റുള്ളവർ ജീവിക്കാൻ വിടത്തുമില്ല. നിങ്ങളെപ്പോലുള്ളവരാണ് സമൂഹത്തെ ചുരണ്ടുന്നത്. മതി മതി, സംസാരിക്കുന്നുണ്ട്. ഞാനതേ സംസാരിക്കുന്നില്ല, വേദനിക്കുകയാണ്. നിങ്ങൾ പോയിട്ട് വരും. അപ്പോൾ ഞങ്ങൾ വരട്ടെ. ഗുഡ് മോർണിംഗ്. വരണം വരണം, നമസ്കാരം. നമ്മുടെ സംഘടനയ്ക്ക് ഒരു പുതിയ ശക്തി ലഭിച്ചിരിക്കുകയാണ്. ഓഹോ. ഈ സന്ദർഭത്തിൽ ഒരു യോഗ സംഘടിപ്പിക്കണം. ആളുകളുടെ അനുഭാവം പിടിച്ചു പറ്റാൻ എളുപ്പമാണ്. നമുക്ക് ജനങ്ങളുടെ സഹകരിച്ച സഹായം കിട്ടും. അത്യാവശ്യം പട്ടിണിയും മാറും. ചുരുക്കം ഒരു കൊയ്ത്തിനുള്ള സമയമായി. നേതാവ് വേഗം റെഡി ആയിക്കൂ. നല്ല സന്ദർഭമാണ്, പുറപ്പെടാം. അങ്ങനെ അങ്ങ് പോയാ പോരാ. ശരിക്കും അടിക്കൊണ്ട് അവശനായതുപോലെ അഭിനയിക്കണം. എങ്കിലേ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റൂ. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വേഷം കെട്ടൽ. അന്ന് വേഗം റെഡിയാവും. ഞാൻ അങ്ങോട്ട് വരാം. ശരി, അതങ്ങനെ എടുത്ത് കൈ. പിന്നെ പനി മുഖത്തോട്ടിക്കാൻ. ശരി, ഇവിടെ കുറച്ച് കളർ അടിക്കുന്ന നേതാവേ,
ഇന്നത്തെ പ്രസംഗം അത്യുഗ്രമായിരിക്കണം. ഓക്കെ ഡൺ. ആ എന്നാ വാ. പോവാ. ദേവി, ഞാൻ മീറ്റിംഗിന് പോകുന്നു. താമസിച്ചാൽ കാത്തിരിക്കണ്ട. വരട്ടെ. കൊച്ചമ്മേ, കൊച്ചമ്മേ, ദേവിക്കുഞ്ഞ് വരുന്നു. ദേവിക്കുഞ്ഞ്, കൊച്ചമ്മേ, ദേവിക്കുഞ്ഞ് വരുന്നു. വേഗം വരൂ. കൊച്ചമ്മേ, 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 ഇരിക്കാ. ചുമ്മാ അങ്ങോട്ട് മാറാ. കൊച്ചമ്മേ, ദേവകുഞ്ഞ് വരുന്നു, ദേവകുഞ്ഞ്. ദേവകുഞ്ഞ്, ദേവകുഞ്ഞ്. എന്റെ പൊന്നുമോളെ, അമ്മയുടെ പൊന്നുമോളെ, മോളെ, അച്ഛനും അമ്മേനെയും മോള് മറന്നല്ലോ. വാ മോളെ, ഇരിക്കൂ. അച്ഛനും ചേട്ടനും ഒക്കെ നിന്നെ കണ്ടാൽ എന്ത് സന്തോഷമായിരിക്കും. നീ ഒറ്റയ്ക്കാണോ വന്നത്? ഭാസ്കരൻ എവിടെ? നേതാവ് കരങ്ങൾക്ക് ശക്തി കൂട്ടുന്ന തിരക്കിലായിരിക്കും. നിങ്ങളൊന്ന് ചുമ്മാതിരിക്കും. മോൾ എത്ര നാളിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നതെന്നറിയാമോ? വരേണ്ടത് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ ആ വരവിന് ഒരു അന്തസ് ഉണ്ടായിരിക്കണമായിരുന്നു. ഞാൻ വന്നത് ഡാഡിക്ക് ഇഷ്ടമില്ലല്ലേ? അല്ല, നീ പോയ വഴിയാണ് ഇഷ്ടമല്ലാത്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം പുകഞ്ഞ പുള്ളി പുറത്താണ് എന്ന്. ഡാഡി വിഷമിക്കണ്ട, ഞാനിവിടെ താമസിക്കാൻ വന്നതല്ല. അതിനുള്ള അവകാശം നഷ്ടപ്പെടുത്തിയത് നീ തന്നെ. ചേട്ടാ, ഇന്റർനാഷണൽ ഫിഗറിന്റെ ഫോട്ടോ ഇന്ന് ഈയിടെയായി പത്രത്തിൽ കാണാനില്ല. അത് ഈ പേപ്പറുകാരുടെ കുറ്റമാ. അവർക്കെന്നെ ഫോട്ടോ ഒന്നും വിട്ടിട്ടാലേ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ നേതാക്കന്മാർക്ക് പാർപ്പിച്ചിട്ട് ഇമ്മ വല്ല പണത്തിനോ മറ്റോ വന്നതാണെങ്കിൽ ആവശ്യമുള്ള കൊടുത്തേക്ക്. ഡാഡി, ഞാൻ നിങ്ങളുടെ മുൻപിൽ പിക്ചർ വാങ്ങാൻ വന്നതല്ല. ദേവി, അതിനായിട്ട് നിനക്ക് ഇവിടെ വരാം. മറ്റുള്ളവരുടെ മുമ്പിൽ എന്റെ മകൾ കൈനീട്ടരുതല്ല. ഡാഡി, ഇവിടെയൊന്നല്ല, ഞാൻ എവിടെയും കൈവിട്ടില്ല. ഞാൻ തെരഞ്ഞെടുത്ത എന്റെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ ഞാൻ തന്നെ അനുഭവിക്കും. പക്ഷെ ഒന്ന് ഞാൻ പറയുന്നു, ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ഭർത്താവിനെ ഡാഡിയേക്കാൾ വലിയവനാക്കും. ഇപ്പൊ ഞാൻ പോകുന്നു. ഒരിക്കൽ ഞാൻ വരും. എന്റെ ഭർത്താവ് മൊത്ത് ലക്ഷാധിപതിയായി, അല്ല കോടീശ്വരിയായി. പാകിസ്ഥാൻ നിൽക്കുമ്പോ എനിക്ക് വല്ലാതെ വിശക്കുന്നു. ചോറ് വിളമ്പ് ദേവി. ഞാനോ ദേഹത്തേക്ക് വെള്ളം ഒഴിച്ചിരിക്കുന്നുണ്ടല്ലേ? മനുഷ്യ, ഇരുട്ട് വെളുപ്പില്ലാതെ ഉണ്ണാനും ഉറങ്ങാനും മാത്രം പഠിച്ചവൻ നിങ്ങളൊരു പുരുഷനോ? ഈ വീട് എങ്ങനെ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾക്ക് വിശക്കുന്നുണ്ടല്ലേ? എന്നെ വിറ്റാൽ നിങ്ങൾക്ക് ശാപ്പാട് തരാം. വിളി. ഇതാ പേര്. ദേവി, ഒന്ന് കുളിക്കട്ടെ. കുളിക്കണ്ട, നീണ്ടു പോകരുത്. ഒരക്ഷരം പറഞ്ഞ എനിക്ക് എന്ത് ദേഷ്യം വരാമെന്നറിയാമോ? ഇടോ
ചെയ്യും? ഞാൻ എന്ത് ചെയ്യും? പട്ടാ പകലെങ്കിലും ഈ നാട്ടിൽ പോയി പണിയെടുക്കുന്നവർ നോക്കും, പണം സമ്പാദിക്കുന്നവർ നോക്കും. രാത്രിയെല്ലാം പറയുന്നില്ലേ സൂര്യനെ പറ്റി, അതെങ്ങനെയാണെന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കും. ആരെയും കാണും. എനിക്കതല്ലേ പറഞ്ഞത്? പുറത്തു പോകാൻ. മര്യാദ പോലില്ല. മര്യാദ കുറവാണല്ലേ? പകലി വീട്ടിൽ കണ്ടുപോയാൽ ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് തന്നെ അറിയില്ല ഈശ്വരാ. എനിക്ക് വിശക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഒരു കുന്തമില്ല. പച്ച വെള്ളം തരില്ലേ? പോകാനല്ലേ പറഞ്ഞത്? പോയിട്ട് പോരെ. ദേവി, ദേവി, മോളെ ദേവി, 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 എന്നാ, ഈ വെള്ളം കുടിക്ക്. തുറന്ന് 4 പ്രസംഗം കാച്ചിരുന്നെങ്കിൽ 10 കാശെങ്കിലും കിട്ടുവാൻ. കഴിയില്ല, എനിക്കതിന് കഴിയില്ല. പിന്നെ ജീവിക്കാൻ എന്താ വഴി? ഒരു വഴിയും കാണുന്നില്ല. ഞാനൊരു വഴി കാണുന്നുണ്ട്. എന്താടാ? നമുക്ക് 2 പേർക്കും കെട്ടിപ്പിടിച്ച് ഈ വെള്ളത്തിൽ ചാടി ആത്മഹത്യ. പത്രത്തിൽ വാർത്ത വരും, ഫോട്ടോ സഹിതം. തന്റെ ഭാര്യയ്ക്ക് സന്തോഷമാണ്. ബ്യൂട്ടി മൗത്ത്. അച്ഛനെ, അച്ഛനെ, നോക്കി. എന്താടാ? ഇനി ഒരു ബെസ്റ്റ് ഐഡിയ. നമുക്ക് 2 പേർക്കും കാഷായ വസ്ത്രം ധരിച്ച് സന്യാസിയാകാം. ആഹാരത്തിന് ഒരു മുട്ടും വരത്തില്ല. ഫ്രോഡ് പണിക്ക് ഞാനില്ല. എന്നാ പിന്നെ അമ്മായിയപ്പന്റെ കാല് പിടിച്ച് നമുക്ക് കുറച്ച് കാശ് തരാൻ പറയും. നമുക്ക് ചാരായ കച്ചവടം നടത്തി ജീവിക്കാം. അല്ല പോണാ, ഞാൻ നിന്നെ പോലെയല്ല. എന്റെ രക്തം O പോസിറ്റീവ് ആണ്. ആരുടെയും കാല് പിടിക്കാൻ എന്നെ കിട്ടില്ല. കാല് നീ പിടിക്കണ്ട, ഞാൻ പിടിക്കാം. എന്റെ രക്തം B നെഗറ്റീവാ. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമല്ലോ. പണവും പദവിയും ഒരുപാട് സമ്പാദിക്കണമെന്ന് പറഞ്ഞാണ് അവൾ എന്നോട് ജീവിക്കാൻ വന്നത്. അവൾ പറയുന്നത് ഞാൻ കേൾക്കൂ. പോടാ. എടോ, ഭാര്യ പറയുന്നതൊക്കെ കേട്ട് ജീവിക്കാൻ തനിക്ക് നാണം. ഭാര്യ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ഭരിക്കപ്പെടേണ്ടവൾ എന്നാണ്. നിന്റെ നിയന്ത്രണത്തിലായിരിക്കണം നിന്റെ ഭാര്യ. എന്തിനെങ്കിലും എതിർത്താൽ നല്ല പടം കൊടുത്ത് നിലയ്ക്ക് നിർത്തണോടാ. നീ പറയുന്നത് പോലുള്ളൊരു സ്ത്രീ അല്ല എന്റെ ഭാര്യ. അവൾ പറയുന്നതിൽ എപ്പോഴും ന്യായം കാണും. അവൾ എന്നെ എന്തുകൊണ്ടാണ് എതിർക്കുന്നതെന്നറിയാമോ? സ്നേഹം കൊണ്ട്. ഷീ ലവ്സ് മീ. ഒരു കാര്യം ചെയ്യും, നീ ഭാര്യയുടെ കഴുത്തിൽ തൂങ്ങി കിടന്നു. ഞാൻ പോവാം. ചില്ലറയുണ്ടോ? ഒരു 10 രൂപ. സ്വപ്പം സേവിച്ചിട്ട് കുറെ നാളായി. ആറ്റിൽ നിറയെ വെള്ളമുണ്ടല്ലോ, പോയി കുടിക്കേ. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടൂ. അതിൽ തോറ്റാൽ പോലും അഭിമാനിക്കാവുന്നതേ ഉള്ളൂ. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടൂ. അതിൽ തോറ്റാൽ പോലും അഭിമാനിക്കാവുന്നതേ ഉള്ളൂ. മുന്നേറാനുള്ള സന്ദർഭങ്ങൾ തനിയെ വരുന്നില്ല, നമ്മൾ തന്നെയാണ് അതുണ്ടാക്കേണ്ടത്. മുന്നേറാനുള്ള സന്ദർഭങ്ങൾ തനിയെ വരുന്നില്ല, നമ്മൾ തന്നെയാണ് അതുണ്ടാക്കേണ്ടത്. വിജയത്തിന്റെ ഉച്ചിയിൽ തിരക്ക് തീരെയില്ല, പോകൂ, പോയി പോരാടൂ. വിജയത്തിന്റെ ഉച്ചിയിൽ തിരക്ക് തീരെയില്ല, പോകൂ, പോയി പോരാടൂ. ഭാഗ്യം നമ്മുടെ കൂടെയാണ്. പക്ഷേ അധ്വാനിച്ചില്ലെങ്കിൽ അതൊരിക്കലും നമുക്ക് ലഭിക്കില്ല. ഭാഗ്യം നമ്മുടെ കൂടെയാണ്. പക്ഷേ അധ്വാനിച്ചില്ലെങ്കിൽ അതൊരിക്കലും നമുക്ക് ലഭിക്കില്ല. ദാമ്പത്യത്തിൽ പ്രമോഷനുണ്ട്, സന്യാസവും സാമർഥ്യവും. എന്റെ ഭർത്താവ് സാമർഥ്യശാലിയോ സന്യാസിയോ? ദാമ്പത്യത്തിൽ പ്രമോഷനുണ്ട്, സന്യാസവും സാമർഥ്യവും. എന്റെ ഭർത്താവ് സാമർഥ്യശാലിയോ സന്യാസിയോ? മനുഷ്യന്റെ പ്രവൃത്തി ഒന്നുകൊണ്ട് മാത്രമാണ് ചരിത്രമാകുന്നത്, മറ്റൊന്നും ആരും ഓർക്കാറേയില്ല. മനുഷ്യന്റെ പ്രവൃത്തി ഒന്നുകൊണ്ട് മാത്രമാണ് ചരിത്രമാകുന്നത്, മറ്റൊന്നും ആരും ഓർക്കാറേയില്ല.
കുറച്ചേക്ക് തന്നെ. ചേച്ചി എന്തെങ്കിലും നടക്കുന്നത്? ഭാസ്കരൻ ഇനി വന്നില്ലല്ലേ? മാസ്റ്റർ വന്നില്ലയോ? അതെങ്ങനെ വരും? 10 മണിക്ക് മുമ്പ് വീട്ടിൽ വരരുതെന്ന് പറഞ്ഞ് വിരട്ടി വിട്ടിരിക്കുക. അത് ശരി. ദേവി, എനിക്ക് വിശക്കുന്നു. വല്ലതും കഴിക്കാനുണ്ടോ? ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു. വരൂ. ആദ്യം ഡ്രസ് മാറിയിട്ട് വരും. അല്ല, എന്തൊക്കെയാ വിഭവങ്ങളൊക്കെ? സാമ്പാർ, അവിയൽ, പച്ചടി, പരിപ്പ്, തോരൻ എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടോ? പത്രം ഉണ്ടോ? ആ, ഒന്ന് തരും. ഡ്രസ് മാറിയിട്ട് വരൂ, എന്നിട്ട് ചോദിക്കൂ. ആ, നീ വിളപ്പിക്കും. നിൽക്കൂ. കഴിക്കുന്നതിന് മുൻപ് ഇതുണ്ടായത് എങ്ങനെയെന്ന് ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല ദേവി, സൂര്യനെ കണ്ണു തുറന്ന് നോക്കാൻ പറഞ്ഞയച്ചതല്ലേ നീ? ഇന്ന് മുഴുവൻ സൂര്യ എന്റെ തലയ്ക്ക് മേലെയായിരുന്നു. അധ്വാനിക്കുന്നവനെ ആഹാരമുള്ളൂ എന്ന് പറഞ്ഞ ലെനിന്റെ ഫോട്ടോ തലയ്ക്ക് മുകളിൽ ഫ്രെയിം ചെയ്തു വെച്ച നിങ്ങൾ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ഒരു നിമിഷം ശ്രമിച്ചിട്ടുണ്ടോ? ദേവി, അത് ഞാൻ... നിങ്ങൾ ഒന്നും പറയണ്ട. നിങ്ങൾക്ക് ഇവിടെ ആഹാരമില്ല. ഉണ്ടാക്കിയത് ഉണ്ണാൻ നിങ്ങൾക്ക് അർഹതയില്ല. ദേവി, എനിക്ക് വല്ലതും വേണം. ഭാര്യയോട് തെണ്ടുന്നതിനും കുറച്ച് അന്തസ് വേണം മനുഷ്യ. പുരുഷൻ അധ്വാനിക്കേണ്ടവനാണ്, പെണ്ണ് അതിന്റെ വില വർദ്ധിപ്പിക്കേണ്ടവളും. നിങ്ങൾ നിങ്ങളുടെ പങ്ക് ചെയ്ത് തീർത്തോ? ദൈവമേ, ഇനി എന്നെ പരീക്ഷിക്കണോ? ഒരു പെണ്ണായി പിറന്ന ഞാൻ ഇനി എന്ത് ചെയ്യും? ദേവി, എനിക്ക് വല്ലാതെ വിശക്കുന്നു. എന്തെങ്കിലും തരൂ. നിങ്ങൾ അധ്വാനിച്ചു കൊണ്ടുവരൂ, അത് ഞാൻ വച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞല്ലേ നിങ്ങൾ ഞാൻ അയച്ചത്? ദേവി, എന്തായി കാണിക്കുന്നത്? ദേവി, ഒന്ന് കിടക്കാനെങ്കിലും... വയറ് നിറച്ചുകൊണ്ട് മെത്തയിൽ കിടന്ന് ഉറങ്ങുന്നവന് ജീവിതത്തിന്റെ ദുഃഖം മനസ്സിലാവില്ല. തറയിൽ കിടന്ന് ഉറങ്ങിയാൽ മതി. എന്തിന്റെ പുറപ്പെടാ? സുഖമായ ഭക്ഷണവും ഭാര്യാസുഖവുമാണ് ആണുങ്ങളെ അലസന്മാരാക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഭാര്യയ്ക്ക് ആഹാരം കൊടുത്തിട്ട് മതി ആ സുഖമൊക്കെ. നടക്കല്ലേ, ഉണർത്തി ആഹാരം കൊടുക്കാം. അയ്യോ വേണ്ട, തൊട്ടാൽ മടിയനായി പോവും. വിശപ്പെങ്കിലും അവരുടെ കണ്ണു തുറക്കട്ടെ. ആ ദേവി ചേച്ചിയുടെ വീട്ടില് എന്തൊരു വഴക്കാ. കാശില്ലാത്ത വീട്ടിലൊക്കെ വഴക്കാടി വഴക്കാ. എനിക്കെന്താ കുഴപ്പം? ഞാൻ പലിശ വിട്ടപ്പനാ. എന്റെ ഈ ധാരാളം കാശുണ്ട്. എന്താ? എന്ത് പറ്റി? ദേവി, ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നമോ? എന്ത് സ്വപ്നം? അതെ, 4 മാളിക മേൽ നിന്ന് നീ മുടിച്ചിരിക്കുന്നത്. ഞാൻ വലിയ പണക്കാരനായിരുന്നു. നല്ല ചിന്തയോടെ കിടന്നതുകൊണ്ടാണ് സ്വപ്നമെങ്കിലും കണ്ടത്. വരൂ, ഞാൻ ആഹാരം തരാം.
മണ്ണറിഞ്ഞു പറയുന്നത് നിനക്ക് സൃഷ്ടികർത്താവിനോട് കൂടി വാഴ്ത്തുക പറഞ്ഞ നിന്റെ പേടിച്ചു പോയല്ലോ. കാപ്പി കുടിക്കും. ദേവിന്റെ എത്ര സുന്ദരിയായിരിക്കും. ഓ, ഭൂപാളരാഗം പാടാൻ തുടങ്ങി. കാപ്പി കുടിക്കുന്നു. ചേട്ടാ, ഞാൻ അമ്പലത്തിൽ പോവുകയാണ്. എന്താ വിശേഷിച്ച്? നമ്മുടെ പുതുജീവിതാരംഭം ഇന്നല്ലേ? മനസ്സിലായില്ല അല്ലേ? എന്നാൽ കേട്ടോളൂ. എന്റെ ഭർത്താവ് വീട്ടിൽ അടയിരിപ്പ് അവസാനിപ്പിച്ച് ആദ്യമായി ജോലി അന്വേഷിച്ച് പുറപ്പെടുന്ന ദിവസം. എന്ത് ജോലി? എവിടെ അന്വേഷിക്കാൻ? എത്രയോ ജോലി നാട്ടിലുണ്ട്, അത് അന്വേഷിച്ചാൽ കിട്ടും. ചേട്ടൻ ഒന്ന് മനസ്സിലാക്കൂ. മേയാൻ പോകുന്ന പശു ഒരിക്കലും പുല്ല് ചുമന്ന് പോകാറില്ല. അത് കണ്ടെത്തുകയാണ് പതിവ്. വിശ്വാസമാണ് വലുത്. ചേട്ടൻ പുറപ്പെടൂ. എന്തെങ്കിലും ഒരു ജോലി അന്വേഷിക്കൂ. ദേ, ഇനി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ കാണരുത്. രാത്രി 10 മണിക്ക് മുമ്പ് മടങ്ങി വരികയും വേണ്ട. മനസ്സിലായോ? ഓക്കെ, ഞാൻ പുറപ്പെടാം. ചേട്ടന്റെ മനസ്സിൽ ഇന്നു മുതൽ എന്നോ ഒന്ന് മാത്രമേ ഉണ്ടാകാവൂ. പണസമ്പാദനത്തിൽ ഒന്നാമനാകണം. സോക്രട്ടീസ്, മാർക്ക് ആന്റണി, വിവേകാനന്ദൻ എന്നിവരെ പോലെ ലോകത്തിലെ പ്രഗത്ഭരായ പ്രാസംഗികരാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ടാറ്റ, ബിർള, ഡാൽമിയ, ഗോയൻക, റോക്ക്ബെല്ലർ ഇവരെ പോലെ ഒരു വലിയ പണക്കാരനാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നോക്കൂ, പണമില്ലാത്തവൻ പിണമാണ്, പുകഴില്ലാത്തവൻ ജീവോത്സവമാണ്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ വിജയഭാസ്കർ. ഇന്ന് ആലമൂട് ജംഗ്ഷനിലെ ഒരു യോഗ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതില്ലേ ആശാൻ പ്രസംഗിച്ച് പറ്റൂ. ഇല്ല, ഇത്തരം യോഗങ്ങളിൽ പ്രസംഗിക്കാൻ ഇനി ചേട്ടനെ വിളിക്കണ്ട. ഒരു പ്രാസംഗികൻ എന്ന നിലയിൽ ഈ മാലയുമായിട്ട് ഇനി വരരുത്. പ്രവൃത്തിയിൽ വിജയിച്ചവൻ എന്ന നിലയിൽ മാലയിടുക. മിസ്റ്റർ വിജയഭാസ്കർ, വേണ്ട, എന്നോട് സംസാരിച്ചാൽ മതി. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. നമ്മുടെ നാട്ടിൽ പ്രസംഗം തൊഴിലാക്കിയ ഒരു കൂട്ടം ഇത്തിൽ കണ്ണികളുടെ പട്ടികയിൽ നിന്നും ഭാസ്കറിന്റെ പേര് വെട്ടിയേക്കും. നിങ്ങൾക്ക് പോകാം. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് പോകാമെന്ന്. വിജയഭാസ്കർ, ശബ്ദിച്ചു പോകരുത്. ഒരു കാര്യം, ജീവിക്കാനുള്ള വഴി സ്വയം തേടുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. വേറൊരുത്തിന് വിജയം വിളിക്കാതെ അധ്വാനിച്ച് വിജയിക്കാൻ ശ്രമിക്കൂ. പോകാം. പോകാൻ പോകാനല്ലേ പറഞ്ഞത്? പോകാൻ. ഞാനവരെ പറഞ്ഞു വെച്ചത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല ദേവി, നീ എന്റെ കണ്ണു തുറപ്പിക്കാൻ ശ്രമിക്കരുത്. അയ്യോ, സമയമായല്ലോ. ഞാൻ അവിടെ ചെന്ന് റെഡി എന്ന് പറയും. അപ്പോഴേ വരാവൂ. ഓക്കെ? ഓക്കെ. റെഡി, വരാം. അപ്പൊ ഞാൻ വരട്ടെ. ശരി, ഓർമ്മയുണ്ടല്ലേ? ടാറ്റ. ഓർമ്മയുണ്ട്. ടാറ്റ. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു. കുറുക്ക് വഴിയിലൂടെ പണം സമ്പാദിക്കുക എന്ന് വെച്ചാൽ അതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. അല്ല, അതുകൊണ്ടാണ് നിങ്ങളോടുകൂടി ആലോചിക്കുന്നത്. ഞങ്ങളായിട്ട് കണ്ടുപിടിച്ച വഴികളെല്ലാം പൊളിഞ്ഞു. ഞാനൊരു കാര്യം പറയാം. സത്യസന്ധമായ അധ്വാനത്തിലൂടെ സമ്പാദിക്കുന്ന പണത്തിനെ നിലനിൽക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പണക്കാരെല്ലാം ഗഗ്ഗ അടിച്ച് നടക്കുകയുള്ളൂ. അത് കാണാം, അതൊന്നും കേൾക്കണ്ട. എന്ത് വേല കാണിച്ചാലും ശരി, ഞാൻ കുറച്ച് പണം വേണം. ഇല്ലെങ്കിൽ കണ്ടോ, ഫിനോദിൽ ഗാൽബോൾ ഉഗ്രം വിഷമാണ്. ഇത് അടിച്ച് ഞങ്ങൾ രണ്ടുപേരും ചാവും. അത് ഭീരുക്കൾ ചെയ്യുന്നതാണ്. നീ വേണമെങ്കിൽ ചത്തോളൂ. കൊണോണാന്ന് വർത്തമാനം പറഞ്ഞ് സമയം കളയാതെ കുറച്ച് കാശുണ്ടാക്കാൻ ശ്രമിക്കും. ഇവരെ ഇങ്ങനെ വിട്ടാൽ പറ്റും. കുറുക്ക് വഴിയിലൂടെയുള്ള പോക്ക് എന്തെല്ലാം അപകടങ്ങളിൽ കൊണ്ടെത്തിക്കുമെന്ന് ഇവർ സ്വയം അനുഭവിച്ചറിയും. എങ്കിലേ ജീവിക്കാൻ നല്ല വഴികൾ കണ്ടെത്തും. അളിയൻ എന്താ പ്രതിമ പോലെ ഇരിക്കുന്നത്? മറ്റു മാർഗങ്ങളൊന്നുമില്ലേ? അതോ ഈ കൊടിയ വിഷം നിങ്ങൾ കുടിക്കണോ? എന്ത് പറയുന്നു? ഓൾ റൈറ്റ്, നിങ്ങൾക്ക് വേണ്ടത് പണമാണല്ലേ? എന്റെ കൂടെ വാ. കൊള്ളയടിക്കാനോ? ഏത് ബാങ്ക്? അതോ ട്രാൻസിസ്റ്ററി ബോംബ് വയ്ക്കണോ? ഇവിടെ അടുത്തൊരു അറബി സൂയിക്കാൻ വന്നിട്ടുണ്ട്. അവന്റെ പെട്ടി നിറച്ചത് എന്താണെന്ന് അറിയാമോ? സ്വർണ്ണ ബിസ്ക്കറ്റുകൾ. അവനെ തട്ടിയിട്ട് തന്നെ വേഗം കാര്യം. അതൊന്നും വേണ്ടെന്നേ. അവന് വേണ്ടത് പെണ്ണും മദ്യവുമാണ്. അത് കാണിച്ചാൽ കാണിച്ചാൽ മാത്രം മതിയോ? എന്നിട്ട് അത് പിന്നെ നമുക്ക് ഉപയോഗിക്കാം. അപേക്ഷ മതിയല്ലോ. അത് നമുക്ക് വാടകയ്ക്ക് എടുക്കാവുന്നേ. വാ. അല്ല, നമ്മുടെ പെട്ടി എവിടെ? തുറക്ക്. ആരെങ്കിലും കാണിപ്പോ തുറക്കണ്ട. തുറക്കടോ. വേണ്ട. തുറക്ക്.
അറബിയുടെ കള്ളക്കടത്ത് കണ്ടുപിടിച്ച് ഞങ്ങളെ എന്തിനാ അറസ്റ്റ് ചെയ്തു? അപ്പൊ പിന്നെ പെട്ടിയുമായി നിങ്ങൾ ഓടി, അതിന്റെ അർത്ഥം നിങ്ങൾ കള്ളന്മാരെന്നല്ലേ? എങ്കിൽ പിന്നെ ആ പാവം അറബി എന്തിനാ അറസ്റ്റ് ചെയ്തു? ഞാനൊരു യുവജന മുന്നേറ്റ സംഘടനയുടെ നേതാവാണ്. ഞാനാണെങ്കിൽ ഒരു അംബാസിഡറുടെ മകനാണ്. ഞങ്ങൾ സാമൂഹ്യ പ്രവർത്തകരാണ് സർ. അറബി പൊന്നു കടത്തുന്നു എന്നറിഞ്ഞ് അത് പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാനാണ് ഞങ്ങൾ ഈ വേഷം കെട്ടിയത്. സർ, ദയവായി ഇത് തൊണ്ടിയായി എടുത്ത് അറബിയുടെ പേരിൽ കേസെടുക്കും. സാർ ആരും അറിയണ്ട, ഇത് നമുക്ക് 4 പേർക്കും കൂടി പങ്കുവെച്ച് സുഖമായിട്ട് ജീവിക്കാം. സാർ, ഞങ്ങൾ ഇറങ്ങട്ടെ. സാർ, ഒരു മോതിരം തീർക്കാനെങ്കിൽ ഒരു സ്വർണ്ണ ബിസ്ക്കറ്റ് തരണം. ബ്രിട്ടാനിയ ബിസ്ക്കറ്റ്. താങ്ക് യു സാർ. സാർ, ഇതുമാതിരി പല പാർട്ടികളും പിടിച്ചോണ്ട് ഞങ്ങൾ വരും. ഞങ്ങളായിട്ട് ഇങ്ങോട്ട് വരുന്നത് വരെ ഞങ്ങളെ വഴി വെച്ച് പിടിച്ചേക്കരുത്. ഓക്കെ 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 ഓക്കെ. വാ വാ വാ, കമാൻ. ഗുഡ്. ഓക്കെ. എന്റെ ദൈവമേ, ഒരു സ്വർണ്ണ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്ന ഉള്ള പല്ലെല്ലാം ഒരു പല്ല് ഡാക്ടർ അടുത്ത് പോയി അടിച്ചളയും കളഞ്ഞിട്ട് സ്വർണ്ണത്തിൽ ഒരു സെറ്റ് വെക്കാമായിരുന്നു. ബുദ്ധിമാനാണെന്ന് പറഞ്ഞ് നടക്കുന്നല്ലോ. ഇത് എന്ന് മുതലാ നേതാവേ? നിങ്ങൾ മദ്യപിച്ച് പെണ്ണുങ്ങളുമായിട്ട് തൊള്ളിയതാണ് കാര്യം. ഇങ്ങനെ ബോധം കിട്ടുന്നവരെ കുടിക്കരുത് കേട്ടോ. പോക്കിരിത്തനും പറയരുത്. ബ്ലേഡ് പോക്കൃത്തരം പറയില്ല, ബ്ലേഡ് അങ്ങ് കീറിക്കളയും. സോറി. പണം ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അതെ. അതിന് വഴിയുണ്ട്. എന്താ പറയടാ, എന്താണ് വഴി? എന്താണ് വഴിയെന്ന് അദ്ദേഹം നിശ്ചയിക്കും. അദ്ദേഹം പറയടാ. വെറും ശ്രീനിയല്ല, ബ്ലേഡ് ശ്രീനി. വഴി അദ്ദേഹം നിശ്ചയിക്കും. അദ്ദേഹം പറയടാ. ഇന്ത്യ കിങ്. നിങ്ങൾക്ക് കുറുക്ക് വഴിയിലൂടെ പണം സമ്പാദിക്കണം അല്ലേ? യു ആർ വെൽക്കം. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. get up. ചെയ്യേണ്ട കാര്യം നിയമം അംഗീകരിക്കാത്തതായിരിക്കും, പക്ഷേ അതിൽ വിശ്വസ്തത പുലർത്തണം. സാർ, ശ്രീനി ഞങ്ങളെ കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഞങ്ങൾക്ക് മനഃപ്പാടമാണ് സാർ. സാർ പറയുന്ന എന്ത് ജോലിയും വിശ്വസ്തയോടെ ചെയ്യാം സാർ. ഞങ്ങൾക്കൊരു അവസരം തരൂ സാർ. That's good. എങ്കിൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാം. സോറി സാർ, എനിക്കിത് ശീലമില്ല. ഇനി പഠിക്കാം. എനിക്ക് ശീലമുണ്ട്, ഇനി പഠിക്കേണ്ട ആവശ്യമില്ല. Thank you. താങ്ക് യു. എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്പർ 1, ഈ പെട്ടിയുമായി നിങ്ങൾ പുലിക്കുഴിയിൽ പോകണം. അവിടെ ഒരു നീഗ്രോവും ചൈനക്കാരെയും നിങ്ങളെ കാത്തിരിക്കും. ഏഷ്യാണ് 82 എന്ന് അടയാളമാക്കി പറഞ്ഞാൽ അവർ നിങ്ങളൊരു പെട്ടി ഏൽപ്പിക്കും. എങ്കിൽ ഇത് അവർക്ക് കൊടുക്കും. You understand? സംഗതി അണ്ടർസ്റ്റാൻഡ് ആയി, പക്ഷെ ഈ പെട്ടിയിലെ ഇൻഡർസ്റ്റാൻഡ് ആണ് പിടികിട്ടാത്തത്. പെട്ടിക്കകത്ത് എന്താണുള്ളത് നിങ്ങൾക്കറിയണം. അതെ അതെ പറയാം. You understand? ഉണ്ടോ ഉണ്ടോ? പോരെ. അറബി നാടുകളിലേക്ക് കയറ്റി അയക്കാനുള്ള രത്നങ്ങളാണ് ഈ കാണുന്നത്. ഇവരുടെ ഫോട്ടോ, ജാതി, മതം, പ്രായം, വിദ്യാഭ്യാസം, നീളം, വണ്ണം ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ്, അതായത് സുവർണജാതകം ഈ പെട്ടിയിലുണ്ട്. ബിസിനസ്സിനുള്ള കുതിരകൾ. ഇനി ഇവരുടെയൊക്കെ പടക്കളം അറബി നാടുകളാണ്. മനസ്സിലായോ? മനസ്സിലായി. പക്ഷെ ഒരു കാര്യം, അറബിക്ക് ഞങ്ങൾക്കും വലിയ രാശിപ്പൊരുത്തമില്ല. ഒരിക്കൽ അനുഭവിച്ചതാണ്. അവർ നിങ്ങളെ ഏൽപ്പിക്കുന്ന പെട്ടിയിൽ വിലപിടിപ്പുള്ള വേഗങ്ങൾ പൊട്ടും പൊട്ടും പൊട്ടും. തിരിച്ചെവി അറിയാതെ അതെവിടെ ഏൽപ്പിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം ഞാൻ തരും. സുരക്ഷയ്ക്കെതിരിക്കട്ടെ. ബൈക്ക് വെളിയിലുണ്ട്, നിൽക്കോളൂ. ഓക്കെ, നിൽക്കോ. വിശ്വാസവഞ്ചനയ്ക്ക് ശ്രമിച്ചാൽ നിങ്ങളുടെ ശ്വാസം നിലയ്ക്കും. ഞാൻ ആരാണെന്നറിയുമോ? അത് ശരിയായി കളയും. We are CID officers. Come here. സോറി സാർ. What's your name? പത്മ സാർ. Number? 40. Well, good, good. Please smoke. സോറി സാർ, ഞാൻ വലിക്കത്തില്ല സാർ. ഇത് വലിക്കാനല്ല, ഇതിനകത്ത് സംഗതിയുള്ളൂ. സാർ, ഇത് ഞാൻ
ഇത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇൻസ്പെക്ടറുടെ കൈ കൊടുക്കും. ഗോ ഗോ ഗോ. സമയത്തിൽ പോലീസ് വന്ന് രക്ഷിക്കണേ ഭഗവാനെ. തീർച്ചയായും വരും ഭഗവാനെ. ഈ ഇന്ത്യ കിങ്ങിനെ പറ്റി എന്ത് പറയുന്നു? അവൻ ഇന്ത്യക്ക് കിങ്ങാണെന്നാ തോന്നുന്നത്. ആ 2 വേഷക്കാരനെ ക്ലീൻ ആക്കാൻ ഒരു വഴിയുണ്ട്. പറഞ്ഞു പോലെ. നമ്മൾ ഈ ബാഗ് കൊടുത്താൽ തിരിച്ചു കിട്ടുന്ന ബാഗ് നിറയെ വൈരങ്ങളാണ്. അതുമായി നമുക്കങ്ങ് മുങ്ങാം. അവൻ നമ്മളെ വച്ചേക്കില്ല. അത് കളാ. എങ്ങനെ മുങ്ങും? നമുക്ക് വഴിയുണ്ട്. ഏതായാലും പുലിക്കുഴിയിലോട്ട് പോകാം. ഞാൻ നിങ്ങളെ കയറൊഴി വിട്ടുവെന്ന് കരുതി നിങ്ങൾ എന്റെ ദേഷ്യം ചോർത്തിക്കൊടുക്കുമല്ലേ? നിങ്ങളെ പോറ. പറ്റിയിട്ടെ പറ്റിയിട്ട. ആരില്ലല്ലോ. ഞാൻ ഉണ്ടല്ലോ. ഒളിമ്പിക് ഫയറിംഗ് ഏഷ്യാഡ് 82. Glad to meet you. Hi.
നേരത്തെ വിവരം അറിയിച്ചിട്ടും സാറന്മാര് വന്നില്ലല്ലോ. വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ആപത്ത് സംഭവിക്കില്ലായിരുന്നു, രത്നങ്ങളും നഷ്ടപ്പെടില്ലായിരുന്നു. എത്രയും വേഗം എന്റെ കൂട്ടുകാരനെ ആശുപത്രിയിൽ എത്തിക്കണം സാർ. കോൺസ്റ്റബിൾ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ.